Hi guys, welcome to my channel Tonias Unlimited. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഉപ്പേരി കൊണ്ടാണ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങൾ കുറേ തരം ഉപ്പേരികൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഈ ഉപ്പേരി കഴിച്ചിട്ടുണ്ടാവും, പക്ഷെ ഈ രീതിയിൽ കഴിച്ചിട്ടുണ്ടാവില്ല. റയർ ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ വിഭവം കൊണ്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അത് എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് വേറെ ഒന്നുമല്ല, ഒരു ഇടിയൻ ചക്ക ഉപ്പേരിയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നത്. അപ്പൊ എന്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് അപ്പുറത്ത് കാണാൻ ചെറിയൊരു ബെല്ലൈക്കനില്ലേ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ അടുത്ത വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എത്തുന്നതായിരിക്കും. അപ്പൊ ഞാൻ ഇനി പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് ഈ ഇടിയൻ ചക്ക ഉപ്പേരി എങ്ങനെ ഉണ്ടാക്കാം, എങ്ങനെ ഡിഫറെന്റ് രീതിയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കിയാലോ. അപ്പൊ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാന്ന് ഒന്ന് കണ്ടു നോക്കാം. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ ചൂടായിട്ടുള്ള പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നല്ല ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോളയും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും ഇട്ട് കൊടുക്കുക. അതാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അത് നല്ലോണം കളർ ചേഞ്ച് ആണ് വരെ ഇളക്കി. നെക്സ്റ്റ് എന്ന് പറയുന്നത് വേറെ ഒന്നല്ല, നമ്മുടെ അടുത്ത് താരം എന്നിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇടിയൻ ചക്കയാണ്. നല്ലോണം ചോപ്പറിലിട്ട് നല്ലോണം ചെറുതാക്കി ഇടിയൻ ചക്കയാണിത്. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് വേറെ ഒന്നുമല്ല, തേങ്ങയാണ്. ഞാനിവിടെ നമ്മുടെ ചക്കയുടെ അതായത് ഇടിയൻ ചക്കയുടെ അളവിനനുസരിച്ച് വേണം തേങ്ങ എടുക്കുക. ഇവിടെ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ. അടുത്തത് വേറെ ഒന്നുമല്ല, പച്ചമുളക് ഇടാം. നമ്മൾ സബോളിലേക്ക് പച്ചമുളക് ഇട്ടിട്ട് നല്ലോണം ഇളക്കി. അടുത്തത് എന്നിട്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് മുളക് പൊടി, ഇവിടെ ഞാൻ എടുത്തേക്കുന്ന 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. അപ്പം ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് കാശ്മീരി ചില്ലി ആയതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ എടുത്തത്. നമ്മുടെ എരിവിനനുസരിച്ച് വേണം മുളക് പൊടി യൂസ് ചെയ്യാം. കാശ്മീരി ചില്ലി മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് കളറിന് വേണ്ടിയിട്ട്, നല്ലൊരു കളർഫുൾ ആയിട്ടുള്ള ഒരു ഇടിയൻ ചക്ക ഉപ്പേരി അല്ലെങ്കിൽ കറി അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ്, നല്ലൊരു കളർഫുൾ ആവാൻ വേണ്ടിയിട്ടാണല്ലോ യൂസ്ഫുൾ നമ്മൾ ഇത് കാശ്മീരി ചില്ലി യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഇടിയൻ ചക്ക എന്ന് പറയുന്നത് നല്ലോണം മഞ്ഞപ്പൊടിയും ഉപ്പിട്ട് വേവിച്ച ഇടിയൻ ചക്കയാണ്. ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ അടുത്തതായിട്ട് ഇടിയൻ ചക്ക ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ താരം മഞ്ഞപ്പൊടി ഉപ്പിട്ട് വേവിച്ച ഇടിയൻ ചക്കയാണിത്. എന്നിട്ട് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുത്തു. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. അടുത്തതായിട്ട് നമുക്ക് ഇടിയൻ ചക്കയിലേക്ക് ഇടാനുള്ളത് വേറെ ഒന്നുമല്ല, നമ്മൾ 1.5 മുറി അല്ലെങ്കിൽ അരമുറി നമ്മളുടെ ചക്കയുടെ ഇടിയൻ ചക്കയുടെ അളവനുസരിച്ച് വേണം നമ്മൾ അതിലേക്കുള്ള തേങ്ങ എടുക്കാനായിട്ട്. അപ്പൊ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു അരമുറി തേങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. കാരണം കുറേ ഒന്നും ഇടിയൻ ചക്ക ഇല്ല, അപ്പൊ ആവശ്യത്തിനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അരമുറി തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ മസാല, അതായത് കാശ്മീരി ചില്ലി ഇട്ടിട്ട് ഇളക്കി നല്ലോണം ഇളക്കി അതൊന്ന് പിടിച്ചിട്ട് ശേഷമാണ് നമ്മൾ തേങ്ങ ഇട്ടിട്ട് ഇളക്കേണ്ടത്. അത് സിമ്മിലിട്ടിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. നല്ലോണം ഇളക്കി. ഇപ്പം നമ്മൾ തേങ്ങ ഇട്ട് നല്ലോണം ഇളക്കിയിട്ടുണ്ട്. നമുക്ക് കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. ഇപ്പം തേങ്ങയുടെയും കളർ ചേഞ്ച് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം അതൊന്ന് മൂടി വെക്കുക. അതിൻ്റെ അത് മീൻസ് ഒന്ന് ഉടയാൻ വേണ്ടിയിട്ടാണ് അത് മൂടി വെക്കുന്നത്. നമുക്ക് മൂടി വെച്ച് ഇടിയൻ ചക്ക ഒന്ന് തുറന്നു നോക്കാം എന്താണ് അവസ്ഥ, എന്തായി എന്നൊക്കെ. ഇപ്പൊ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്, എനിക്കിവിടെ നിൽക്കുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ട്, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്, നല്ല ടേസ്റ്റിയാന്ന് ഉറപ്പാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്, ഇടിയൻ ചക്ക. ഇത് നമുക്ക് വേണമെങ്കിൽ കഞ്ഞിയുടെ കൂടിയാണെങ്കിലും രാവിലെ ചോറിന്റെ കൂടിയാണെങ്കിലും കഴിക്കാൻ പറ്റിയ ഒരു കറി. അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ, ഇന്നത്തെ ഈ ഡിഷ് അല്ലെങ്കിൽ ഇന്നത്തെ എന്റെ ഉപ്പേരി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ വിശ്വസിക്കുന്നു. വളരെയധികം എളുപ്പത്തില് സൂപ്പർ ആയിട്ട് ഈ ഉപ്പേരി ഉണ്ടാക്കാൻ പറ്റും. കാരണം ആ ചോപ്പർ വെച്ചിട്ടാണ് ഞാൻ ആ ചക്ക ഇതിൽ ചെയ്തേക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ ആ ചോപ്പറിന്റെ ഒരു വീഡിയോ അധികം പെട്ടെന്ന് തന്നെ ഞാൻ ഇടുന്നതായിരിക്കും, എന്റെ ഈ ചാനലിൽ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അത് വാങ്ങാനൊക്കെ ഉള്ള ഒരു ടെൻഡൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ബെനിഫിറ്റ്സ് ഒക്കെ ഞാൻ ആ വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പൊ എന്റെ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇത് ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഞാൻ പറയുന്നത് വെറുതെ ഇല്ല, സൂപ്പർ ആണ്. ഈ ഇടിയൻ ചക്ക ഈ രീതിയിൽ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരുപാട് ചോറ് നമുക്ക് ഉണ്ടാൻ പറ്റും. കുറച്ച് പിള്ളേരൊക്കെ ആണെങ്കിൽ കുറച്ച് ചോറൊക്കെ ഉള്ള പിള്ളേരാണെന്നുണ്ടെങ്കിൽ ഈ ഇടിയൻ ചക്ക ഈ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ അവൾ ഫുഡ് കഴിച്ചോളും. പക്ഷെ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ എല്ലാവരും പറയുന്നത് ചക്ക വളരെയധികം നല്ലതാണ്, കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവിധ അസുഖങ്ങളും മാറുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ചക്ക ഇഷ്ടമില്ലാത്തവർക്കും ഈ രീതിയിൽ ചക്ക ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കറി ഫിനിഷ് ആക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും ഈ കറി ഉണ്ടാക്കി നോക്കണം. കറി എന്ന് പറയാൻ പറ്റില്ല, ഒരു ഉപ്പേരിയാണിത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ ഉപ്പേരി ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് കമന്റ്സിലൂടെ എന്നെ അറിയിക്കണം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. നിങ്ങളുടെ കമന്റ്സിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സോ വേറൊരു കിടില അല്ലെങ്കിൽ കിടക്കാച്ച വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ ഓൺ മൈ ചാനൽ.